ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിവാദങ്ങൾ അദ്ദേഹം വിശദീകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, വിശദാംശങ്ങൾ. വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. വിവാദ പെരുമഴ നനഞ്ഞു നിൽപ്പാണ് മുഖ്യമന്ത്രിയും സർക്കാരും CPIയും. ആ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം പലതരത്തിലുള്ള വിവാദങ്ങൾ മുഖ്യമന്ത്രിക്ക് മുൻപിലുണ്ട്. അത് അഭിമുഖ വിവാദം മുതൽ ADGP MR കുമാറിനെതിരെയുള്ള നടപടി അടക്കം വരെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഇനിയും വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം. നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അടുത്ത 2 ദിവസം തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ തരത്തിൽ പ്രാധാന്യമുള്ള സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സംഭവമായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഭിമുഖ വിവാദത്തിലും മലപ്പുറം പരാമർശത്തിൽ മാത്രമായിരുന്നു കണ്ണൂരിലെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതേസമയം ഈ PR ഏജൻസി അഭിമുഖം തരപ്പെടുത്തി കൊടുത്തത് ഹിന്ദുവിന്റെ പ്രതികരണം, അഭിമുഖത്തിലെ വിവാദ ഭാഗം എഴുതി കൊടുത്തത് കെയ്സൺ ഏജൻസിയുടെ ആളുകൾ എന്നുള്ള കാര്യം, അതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയോ CPIഎമ്മോ പാർട്ടിയോ ഇതുവരെയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന മുഖ്യമന്ത്രി അക്കാര്യങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള വിശദീകരണം നടത്തിയേക്കും. അതിനുമപ്പുറത്തേക്ക് ADGP MR കുമാറിനെതിരെയുള്ള DGPയുടെ റിപ്പോർട്ട്, അത് ഇന്നാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിവസം ഇന്നാണ്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇന്ന് CPIയുടെ വിയോജിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ തുടരന്വേഷണത്തിന് CPIക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനിരിക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം 11 മണിക്ക് വിളിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ 11 മണിക്ക് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. കുറേ വിവാദങ്ങൾ, PR ഇൻ്റർവ്യൂ ഉൾപ്പെടെ കുറേ വിവാദങ്ങൾ സർക്കാരിന് ചുറ്റും ചൂഴ്ന്നു നിൽക്കുമ്പോൾ അദ്ദേഹം വിവാദങ്ങളൊക്കെ ഇന്നത്തെ രാവിലെ 11 മണിക്കുള്ള മാധ്യമ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ.